കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തിഥിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ എളിയവന് കടന്നു വരുവാനും ജീവിക്കുന്നവനായ ദൈവത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എളിയവന് നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, നിത്യേന ഈ ഗ്രൂപ്പിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, മറ്റ് സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കേൾക്കപ്പെടുന്നതായ വചനം അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളിലൂടെ ശോധന ചെയ്യേണ്ടതും ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ പ്രാരംഭമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദൈവം ആർ എന്ന വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ദൈവം ആരാണെന്നും അവനെപ്പോലെ ഒരുത്തനുമില്ല എന്നും നാം പഠിച്ചു കഴിഞ്ഞു. എങ്കിലും നമുക്ക് ദൈവത്തെക്കുറിച്ച് വ്യക്തമായ ഒരറിവ് പ്രാപിക്കുവാൻ കഴിയുകയുമില്ല. എന്നാൽ അല്പമായി ചില കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതിന് വേണ്ടി ഈ വിഷയം വീണ്ടും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് ലോകം മുഴുവനും വ്യാജ ഉപദേശങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുവാൻ ആളുകൾ ചുരുങ്ങിയിരിക്കുന്നു. സത്യം പ്രസംഗിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ചെവിക്കൊടുക്കാതെ വ്യാജത്തിന് ഊന്നൽ കൊടുക്കുന്ന, വ്യാജത്തിന് മനസ്സ് വയ്ക്കുന്ന ഒരു തലമുറയായി മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ക്രൈസ്തവ സമൂഹം. എങ്കിലും ദൈവം തരുന്ന കൃപയ്ക്കൊത്തവണ്ണം സത്യം സംസാരിക്കപ്പെടണമെന്നാണ് നാം താല്പര്യപ്പെടുന്നത്. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ വചനം ശ്രദ്ധിക്കാം. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ നാഥൻ്റെ വരവ് ഏറ്റവും നമ്മോട് അടുത്തിരിക്കുന്നു എന്നറിഞ്ഞ് ഉപദേശിക്കുകയും സത്യം മാത്രം പഠിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം ധാരാളമായി ഓരോ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. JCNDST എന്ന ഈ ഗ്രൂപ്പിലൂടെ നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ സത്യം തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ പരിശോധിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. കേൾക്കുക എന്നുള്ളത് മാത്രമല്ല, അത് സത്യമാണെന്ന് നാം വിലയിരുത്തുകയും അത് സത്യമാണെങ്കിൽ സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയും ചെയ്യണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ചില വേദഭാഗങ്ങൾ ഇതിനോടനുബന്ധമായിട്ട് വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നതിൽ പ്രാരംഭമായിട്ട്
യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ളതായ ഭാഗങ്ങൾ നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള വചനഭാഗമാണ്. എങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടതിന് വേണ്ടി ഈ ഭാഗം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് നാം സ്ഥിരമായി വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രത്യേക വചനഭാഗമാണെന്ന് നമുക്കറിയാം. എന്നാൽ നമ്മുടെ ദൈവം ആരാണ് എന്ന ആ ചോദ്യത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ വാക്യഭാഗം പ്രാരംഭമായി വായിക്കുവാൻ താല്പര്യപ്പെട്ടത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ആരംഭവാക്യം അതങ്ങനെയാണ് വായിക്കുന്നത്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വചനം എന്നതിൻ്റെ അർത്ഥം വചിച്ചത്, അല്ലെങ്കിൽ ഉച്ഛസിച്ചത്, അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ശബ്ദത്താൽ പുറപ്പെട്ടു വന്നത് എന്നൊക്കെ അതിനെ അർത്ഥമായി പഠിക്കുന്നുണ്ട്. അപ്പം ആദിയിൽ ഈ വചനം ഉണ്ടായിരുന്നു. ആ വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഈ വാക്യം പല തെറ്റിദ്ധാരണകൾക്കും സംശയങ്ങൾക്കുമൊക്കെ ഇടവരുത്തിയിട്ടുണ്ട്. ഇപ്പോഴും പലരുടെയും ദൃഷ്ടിയിൽ അതൊരു സംശയമായി കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ അടുത്ത വാക്യഭാഗത്തിൽ അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. അപ്പോൾ ഇതിനെ സംശയിക്കപ്പെടുന്നതായ ആളുകൾ ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പഠിക്കുകയും അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്നുള്ള ആ പദപ്രയോഗം കേൾക്കുമ്പോൾ ഈ അവൻ എന്ന് പറയുന്നവൻ ആരാണ്? ദൈവത്തിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരുവൻ ദൈവത്തോടു കൂടെ ഉണ്ടായിരുന്നുവോ എന്ന് സംശയിക്കപ്പെടുന്നതായ ആളുകളുണ്ട്. പിന്നീട് അതിൻ്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ എഴുതിയിരിക്കുന്നത് സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് കാണുമ്പോൾ, അപ്പോൾ ദൈവത്തോടു കൂടെ മറ്റൊരുവനും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ 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 എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ സംബോധന ചെയ്യുന്നത് എന്ന് ഒരു പക്ഷേ തെറ്റിദ്ധരിക്കുവാനുള്ളതായ സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ വസ്തുത എന്താണെന്ന് നാം മനസ്സിലാക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനമെന്ന് പറഞ്ഞാൽ വചിച്ചത്, അല്ലെങ്കിൽ സംസാരിച്ചത്, ഉച്ഛസിച്ചത്, ശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നത്, അല്ലെങ്കിൽ അവൻ്റെ ശബ്ദമായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ആ ദൈവശബ്ദമാണ് വചനമായി പുറപ്പെട്ടു വന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അത് ദൈവവും തൻ്റെ വചനവും വ്യത്യസ്തമായ ആളുകളല്ല, ദൈവം തന്നെയാണ് സംസാരിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ ശബ്ദമാണ് വചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വചനത്തെയാണ് അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന ഒരു പദപ്രയോഗം നൽകിയിരിക്കുന്നത്. അവനെന്ന് പറയുന്നത് വചനത്തെയാണ്. അതിന് മറ്റൊരാശയം കൂടെ നമുക്കത് പഠിക്കുവാനുണ്ട്. അവൻ
ആ ജഡത്തിൽ വെളിപ്പെട്ടു വന്ന ഒരു സ്തോത്രം സാഹചര്യം ഉള്ളത് കൊണ്ട് അവനൊരു വ്യക്തിത്വം കൊടുത്തുകൊണ്ടാണ് വചനത്തെ സംസാരിക്കുന്ന വചനമാണ് ജഡമായി തീർന്നത്. സ്തോത്രം. പിന്നീട് നമ്മൾ പഠിക്കുന്നത് സകലവും അവൻ മുഖാന്തരം, വചനം മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് പഠിക്കുമ്പോൾ ദൈവം, ഏകനായിരുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് സകലത്തെയും സൃഷ്ടി ചെയ്തത്. ആ ശബ്ദമാണ് ദൈവത്തോട് കൂടെ ഉണ്ടായിരുന്നത്. ആ ശബ്ദവും ദൈവവും രണ്ട് വ്യക്തികളല്ല. ദൈവത്തിൽ ഉണ്ടായിരുന്ന അവൻ്റെ വാക്കുകളാണ്, അല്ലെങ്കിൽ അവൻ്റെ വചനമാണ്, അവൻ്റെ വിശ്വാസത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നതാണ്, അല്ലെങ്കിൽ അവൻ ഉച്ഛസിച്ചതാണ്, അവൻ്റെ ശബ്ദമാണ്. അത് രണ്ട് വ്യക്തികളല്ല, ദൈവത്തിൽ ഉണ്ടായിരുന്ന ശബ്ദമാണ്. ഞാൻ സംസാരിച്ച് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ ശബ്ദവും രണ്ട് വ്യക്തികളാണെന്ന് പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാവുകയില്ല. എൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്, ഈ ശബ്ദവും ഞാനും ഒന്നാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ മാത്രമേ ദൈവത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോഴും നമുക്ക് തെറ്റുകൂടാതെ ആ വസ്തുത മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അവൻ മുഖാന്തരമാണ് സകലതും ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. സകലവും സൃഷ്ടിച്ചവൻ ദൈവമാണ്. അവനോടുകൂടെ ആരും ഉണ്ടായിരുന്നില്ല. ആദിയിൽ ദൈവം നിശബ്ദനായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. നിശബ്ദനായിരുന്നു എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന് സംസാരിക്കുവാൻ കഴിവില്ലാത്തവനായിരുന്നുവെന്നോ ദൈവം ഒരു ഊമയായിരുന്നു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. ദൈവം ശബ്ദിക്കുമ്പോൾ ചില അത്ഭുതങ്ങൾ നടക്കും. അതിൻ്റെ സമയമാകുമ്പോൾ അവൻ ശബ്ദിക്കും. ആ ശബ്ദം കേൾക്കുമ്പോൾ ചിലതൊക്കെ സംഭവിക്കുവാനിടയായിത്തീരും. അത് അവന് മാത്രമേ അറിയുവാൻ കഴിയൂ. സ്തോത്രം. അതുകൊണ്ട് അവൻ ആദിയിൽ മൗനമായിരുന്നില്ലെങ്കിൽ നിശബ്ദനായിരുന്നു. എന്നാൽ അവൻ ശബ്ദിച്ചപ്പോൾ, അവൻ്റെ ശബ്ദം പുറപ്പെട്ടു വന്നപ്പോൾ, സ്തോത്രം, സൃഷ്ടികൾ ഉണ്ടാകുവാനിടയായി തീർന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സകലവും, സ്തോത്രം, ദൈവം സൃഷ്ടിക്കുമ്പോൾ തന്നോട് കൂടെ മറ്റാരും സഹായത്തിനുണ്ടായിരുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. താൻ ഏകനായിട്ടാണ് സകലവും സൃഷ്ടിച്ചത്. തന്നോട് കൂടെ ആരും സഹായത്തിനുണ്ടായിരുന്നില്ല. താൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. തൻ്റെ ശബ്ദമാണ് സകലതും സൃഷ്ടിച്ചത്, അഥവാ തൻ്റെ വചനമാണ് സകലതും സൃഷ്ടി ചെയ്തത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. ആ വചനത്തെയാണ് അവൻ എന്ന് സംബോധന ചെയ്തിരിക്കുന്നത്. അല്ലാതെ മറ്റൊരുവൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് അതിനർത്ഥമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു? ഇത് ദൈവം തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവത്തോടു കൂടെ സഹായിയായിട്ട് മറ്റാരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന, സ്തോത്രം, വ്യാജ ഉപദേഷ്ടാക്കന്മാരോടും വ്യാജ വിശ്വാസത്തിൽ നിൽക്കുന്നതായ പ്രിയപ്പെട്ടവരോടും ആ തെറ്റിദ്ധാരണകളെ കളഞ്ഞിട്ട് ഏക സത്യ ദൈവത്തിലുള്ളതായ വിശ്വാസത്തിലേക്ക് തിരികെ വരേണം, മടങ്ങി വരേണം. ഇല്ല എങ്കിൽ പ്രതീക്ഷിക്കുന്ന നിലയിൽ ആർക്കും അവൻ്റെ രാജ്യത്തിൽ ചെന്നു ചേരുവാൻ കഴിയുകയില്ല എന്നുള്ളതായ വസ്തുത പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് സത്യദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞ് വിശ്വസിച്ച് അവൻ്റെ സന്നിധിയിൽ നിൽക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
പ്രവാചകൻ പറയുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയാകുന്ന ഞാൻ സകലവും ഉണ്ടാക്കുന്നു. ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പരത്തുകയും ചെയ്തിരിക്കുന്നു. ആർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു? സ്തോത്രം. ദൈവം വെല്ലുവിളിയോടെ ചോദിക്കുകയാണ്, ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു? ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. ഇത് ദൈവം മറ്റാരുടെയും സഹായം കൂടാതെയാണ് സൃഷ്ടി നടത്തിയത്. ആരെങ്കിലും തന്നോടുകൂടെ ഉണ്ടായിരുന്നുവോ എന്ന് അവൻ ചോദിക്കുകയാണ്. ആരുമില്ലായിരുന്നു എന്ന് മാത്രമാണ് തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന അറിവനുസരിച്ച് അതിന് മറുപടി പറയുവാൻ കഴിയുന്നത്. സ്തോത്രം. അപ്പോൾ ചിലരെങ്കിലും ഇതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ദൈവം ഒരുവനല്ല, ദൈവത്തോടു കൂടെ മറ്റു ചില സഹായികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ തെറ്റിദ്ധരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നതായ ധാരാളം ആളുകളെ നമുക്ക് ഭൂമുഖത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അത് ശത്രുവിൻ്റെ ഒരു പ്രവർത്തന വിശേഷതയാണ്. അവൻ്റെ ലക്ഷ്യം സത്യത്തെ ഖനിക്കുക, അല്ലെങ്കിൽ സത്യം മനുഷ്യൻ മനസ്സിലാക്കാതിരിക്കുന്നതിന് വേണ്ടി അവരുടെ ഹൃദയത്തെ കുരുടാക്കുക, വ്യാജം പ്രചരിപ്പിക്കുക, വ്യാജ സന്ദേശങ്ങൾ മനുഷ്യർക്ക് കൊടുത്ത് നിത്യരാജ്യത്തിൽ നിന്നും അവരെ പുറന്തള്ളിക്കുക അല്ലെങ്കിൽ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശത്രു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ശത്രുവിൻ്റെ കെണിയിൽ വീണ് ആരും വഞ്ചിതരായി തീരാതിരിക്കേണ്ടതിന് തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ എല്ലാവരും അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഗ്രൂപ്പിൻ്റെ സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. ആദിമ നൂറ്റാണ്ടിലെ സഭ എങ്ങനെയായിരുന്നുവോ അതേ അവസ്ഥയിലേക്ക് വീണ്ടും ദൈവസഭ കടന്നു വരേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ ദാസന്മാർ ആഗ്രഹിക്കുകയാണ്. ആ ലക്ഷ്യത്തോടു കൂടിയാണ് കർത്താവിൻ്റെ നാമത്തിലുള്ളതായ ഈ ഉപദേശങ്ങൾ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കുകയും അതിന് യാതൊരു വിധമാകുന്ന കലർപ്പുകളും വരുത്താതെ സത്യം സത്യമായിട്ട് ലോകത്തെ അറിയിക്കുവാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം സഭ ആദിമ സഭയുടെ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്നുള്ളതായ ചിന്തയോടുകൂടിയാണ്. തീർച്ചയായിട്ടും വചനം കേൾക്കുന്ന ഏവരും അതനുസരിക്കുവാൻ തയ്യാറാകണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം തന്നെ 40-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി ഇരുന്ന് അവനെ ഗ്രഹിപ്പിക്കുകയോ ചെയ്യുന്നവനാർ? നമ്മുടെ ദൈവത്തിന് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യവുമില്ല. സകലവും പ്രവർത്തിക്കുന്നത് തൻ്റെ ആത്മാവാണ് എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള ദൈവമക്കളെ, വചന ശ്രോതാക്കളെ, ഇത് അന്ത്യകാലമാണല്ലോ. കർത്താവിൻ്റെ വരവ് നമ്മോട് ഏറ്റവും സമീപമായിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ പഠിച്ചും പഠിപ്പിച്ചും എങ്ങനെയെങ്കിലുമൊക്കെ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ എടുക്കപ്പെടുവാൻ കഴിയും എന്നാരെങ്കിലും വ്യാമോഹിക്കുന്നു എങ്കിൽ അത് കേവലം ഒരു വ്യാമോഹം മാത്രമായിരിക്കും. കാരണം ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടെ പഠിക്കുകയും പഠിപ്പിക്കുകയും അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ അവൻ്റെ രാജ്യത്തിൽ ചെന്നു ചേരുവാൻ കഴിയുന്നത്. ഇല്ല എങ്കിൽ കൈവിടപ്പെട്ടു പോകും. കൈവിടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ പിന്നീടുള്ളതായ നില വളരെ ദയനീയമാണ്, വളരെ വേദനാജനകമാണ് എന്നുള്ളത്
നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടതും ആവശ്യമാണ്. അതാർക്കും സംഭവിക്കരുതെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഈ ഗ്രൂപ്പിലൂടെ ദൈവവചനം സംസാരിക്കുന്ന ദൈവദാസന്മാരും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യഭാഗങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ 12-ാം വാക്യത്തിലെ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അവൻ, ഇത് ബഹുവചന പ്രയോഗമല്ല നടത്തിയിരിക്കുന്നത്, ഏകവചനമാണ്. അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമിയെ സൃഷ്ടിക്കുമ്പോൾ മറ്റാരുടെയും സഹായത്തോടു കൂടി ആയിരുന്നില്ല, തൻ്റെ ശക്തിയുള്ള വചനത്താലാണ് ഭൂമിയെ സൃഷ്ടിച്ചത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. തൻ്റെ ജ്ഞാനമാണ് ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. തൻ്റെ വിവേകത്താൽ, തൻ്റെ തിരിച്ചറിവിനാൽ ആണ് താൻ ആകാശത്തെ വിരിച്ചിരിക്കുന്നത്. സ്തോത്രം. സർവജ്ഞാനിയായ ദൈവം, സകലതും അറിയുന്നവനായ ദൈവം, സർവശക്തിയുള്ളവനായ ദൈവം, സർവവ്യാപിയായിരിക്കുന്ന ദൈവം, സകലത്തെയും അറിയുന്നവനായ നമ്മുടെ ദൈവം, സ്തോത്രം, യാതൊരു വിവേകവുമില്ലാതെ, തിരിച്ചറിവില്ലാതെ, യാതൊരു അറിവും ബോധവുമില്ലാതെ സൃഷ്ടിച്ചതല്ല ഭൂമിയെയും ഭൂമണ്ഡലത്തെയും ആകാശത്തെയും അവയിലുള്ളതിനെയൊക്കെയും എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അതിൻ്റെ 13-ാമത്തെ വാക്യഭാഗം നാം വായിക്കുന്നത്, അവൻ തൻ്റെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു. ഇത് അവൻ ചെയ്തു എന്നാണ്. അവൻ്റെ നാദം, അവൻ്റെ ശബ്ദമാണ് പുറപ്പെട്ട്, ആ ശബ്ദം പുറപ്പെടുമ്പോൾ ആകാശത്തിൽ വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു എന്നാണ്. അവൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കുക. അവൻ്റെ ശബ്ദം അതിഭയാനകമാണ്. സങ്കീർത്തനക്കാരൻ അതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. അത് സ്തോത്രം, ഞാനത് ഇപ്പോൾ വിശദീകരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അവൻ്റെ ശബ്ദം പല നിലകളിലുള്ളതായ അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിച്ചത് അവൻ്റെ നാദം, അവൻ്റെ ശബ്ദം, അത് പുറപ്പെടുമ്പോൾ ആകാശത്ത് വലിയ വെള്ളത്തിൻ്റെ മുഴക്കമുണ്ടാകുന്നു എന്നാണ്. സ്തോത്രം. ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് അവൻ ആവി കയറ്റുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മഴയ്ക്ക് മിന്നലുണ്ടാക്കി തൻ്റെ ഭണ്ഡാരത്തിൽ നിന്ന് കാറ്റ് പുറപ്പെടുവിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അവിടെയൊന്നും ദൈവം ഒന്നിലധികം സ്തോത്രം വ്യക്തികളാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെയെല്ലാം ഏകനായ ദൈവത്തെ സംബന്ധിച്ചാണ് പഠിപ്പിക്കുന്നതും നാം അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അല്ലാതെ മാനുഷികമാകുന്ന ആ ഉപദേശങ്ങൾ അഥവാ പൈശാചികമായിട്ട് ഉള്ള ഉപദേശങ്ങൾ കേട്ട് ദൈവത്തെ വികലമാക്കുന്ന ഒരു രീതിയിലൂടെ നാം ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതം
വളരെ പരാജയമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. യെശയ്യാവിന്റെ പുസ്തകം 45 അധ്യായത്തിന്റെ 12 വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഇതിൽ ആർക്കെങ്കിലും ബഹുത്വം കാണുവാൻ കഴിയുമോ? ഒന്നിലധികം ദൈവത്തിൻ്റെ പ്രവൃത്തി ഇവിടെ കടന്നു വന്നിട്ടുണ്ട് എന്ന് ആർക്കെങ്കിലും പറയുവാൻ കഴിയുമോ? ഈ വചനം വായിച്ചിട്ട് സത്യസന്ധമായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്. വ്യാജം പറയുന്നവർക്ക് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തുരുമ്പുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ സത്യം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് ഇതിൽ ഒന്നിലധികം ദൈവത്തെയോ വ്യക്തിത്വത്തെയോ കാണുവാൻ കഴിയുമോ? ഞാൻ ഭൂമിയെ ഉണ്ടാക്കി, അതിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു എന്നാണ്. എൻ്റെ കൈ തന്നെ ആകാശത്തെ വിരിച്ചു, അതിലെ സകല സൈന്യത്തെയും ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന്റെ 27 വാക്യഭാഗത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നീട് നമ്മളവിടെ കാണുന്നത് ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയും. അപ്പോൾ ഒരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ചത്. അവനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അവനിൽ 2 വ്യക്തികൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു, ആണും പെണ്ണും. എന്നാൽ അത് പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ സ്തോത്രം, അവൻ ഏകനായി തീരും എന്നും ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. സ്തോത്രം, അവരൊരിക്കലും 2 അല്ല 1 ആകുന്നു എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ ദൈവം സൃഷ്ടിച്ചാക്കിയ മനുഷ്യനെ 2 അവസ്ഥയിലൂടെ ഇങ്ങനെ സൃഷ്ടിച്ചതിൻ്റെ ആത്മീയ വശം എന്താണെന്ന്, ദൈവം സകല കാര്യങ്ങളും അവൻ്റെ ജ്ഞാനത്താൽ സൃഷ്ടിച്ചു സ്ഥാപിച്ചു എന്നൊക്കെയാണ് നമ്മൾ ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അവൻ്റെ സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തിന് പൂർണ്ണമായും അവന് ഒരു കാഴ്ചപ്പാടുണ്ട്, ലക്ഷ്യമുണ്ട്. സ്തോത്രം. സഭയും കാന്തയും സഭയും കാന്തനും ഒന്നായിത്തീരുന്ന ഒരവസ്ഥ ഭാവിയിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ സാദൃശ്യമായിട്ടാണ് സ്തോത്രം ആണും പെണ്ണുമായി മനുഷ്യനെ സൃഷ്ടിക്കുവാനിടയായി തീർന്നത് എന്ന് നമുക്ക് പഠിക്കേണ്ടതാണ്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 1 അധ്യായത്തിന്റെ 31 വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ ഉണ്ടാക്കിയത് ഒന്നും ദോഷമായിട്ടുള്ളതായി ദൈവത്തിന് തോന്നിയില്ല. എത്രയും നല്ലത് എന്ന് ദൈവം കണ്ടു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ 6 ദിവസത്തെ സൃഷ്ടിപ്പിൻ പ്രവർത്തനത്തിൽ അവനോടുകൂടെ
മറ്റാരും ഉണ്ടായിരുന്നില്ല. താൻ ഉണ്ടാക്കിയതിനെ ഒക്കെയും ദൈവം നോക്കി അത് എത്രയും നല്ലതെന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. ഈ 6 ദിവസം കൊണ്ടുള്ളതായ സകല സൃഷ്ടിപ്പിലും താൻ മാത്രമാണ് ഉണ്ടായിരുന്നത്, തന്നോടുകൂടെ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്ന് ഈ മുകളിൽ നാം സംസാരിക്കപ്പെട്ടതായ ഓരോ വചനങ്ങളും വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു വിഭാഗം ആളുകൾ പറയുന്ന ഈ ഒന്നിലധികം ദൈവങ്ങൾ എവിടെ നിന്ന് വന്നു, ആരുടെ സങ്കല്പമാണ്, ആരുടെ ചിന്തയിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ ആശയങ്ങളൊക്കെ? വളരെ വ്യക്തമായിട്ടും ഒരു ദൈവ പൈതൽ ഗ്രഹിച്ചിരിക്കേണ്ടത് കാര്യമാണ്. വാസ്തവമായും അത് സാത്താനാൽ സംഭവിച്ച ഒരു ഉപദേശമാണ്. കാരണം ദൈവം ഏകനാണ് എന്ന് വേദപുസ്തകത്തിൻ്റെ 66 പുസ്തകങ്ങളും വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുമ്പോൾ, ദൈവം ഒന്നല്ല എന്ന് മനുഷ്യൻ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്, മനുഷ്യൻ അതിനുള്ളതായ ഉത്തേജനം കൊടുക്കുന്നത് സാത്താനാണ്. ഇത് അന്ത്യകാലമായതുകൊണ്ട് ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിച്ച് സത്യത്തിൽ നിലനിന്ന് നിത്യതയിൽ പങ്കാളികളായി തീരാതിരിക്കേണ്ടതിന് വേണ്ടി മനുഷ്യനെ പാപത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുക എന്ന ഏക ലക്ഷ്യത്തോടുകൂടെ ശത്രുവാകുന്ന പിശാച് അനേക വ്യക്തി ജീവിതങ്ങളെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ അയച്ചിരിക്കുകയാണ്. ദൈവം തൻ്റെ വിശുദ്ധന്മാരായ ആളുകളെ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കുവാനായി അയച്ചു. പിശാച് അവൻ്റെ സകല ശിഷ്യന്മാരെയും ലോകത്തിൻ്റെ എല്ലായിടത്തും അയച്ച് സുവിശേഷത്തിന് വിരോധമായി സംസാരിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച് അങ്ങനെ അയച്ചിരിക്കുകയാണ്. സുവിശേഷ വിരോധികൾ സത്യദൈവത്തിൻ്റെ യഥാർത്ഥമായ ഉപദേശത്തെ ഗ്രഹിക്കാതെ വ്യാജത്തിന് മനസ്സ് വയ്ക്കുന്ന ഒരു വിഭാഗത്തെ വിഭാവനം ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ പല ഉപദേഷ്ടാക്കന്മാരും ലോകത്തിൽ വിലസുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവന് മഹത്വം എന്നേക്കും ആമീൻ. ഇത് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. അപ്പൊ സകലവും അവനിൽ നിന്നും, യേശുക്രിസ്തുവിൽ നിന്നും, അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. സ്തോത്രം. അവനാണ് സകലതും സൃഷ്ടിച്ചത്, അവനായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, സകലതും അവങ്കലേക്ക് തന്നെയാണ് ഇനിയും പ്രവേശിക്കപ്പെടുന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് സകല മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് നൽകുക എന്നുള്ളതാണ് ഇവിടെ വചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അത് സകലത്തെയും ഉളവാക്കിയ ദൈവം, സ്തോത്രം, യേശുവാകുന്നു എന്ന് ഈ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ യഹോവ എന്നവനെ വിളിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ അവന് യേശു ക്രിസ്തു എന്നാണ് അവനെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അവനാണ് സകലതും സൃഷ്ടി ചെയ്തവൻ. മലാക്കി പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ പ്രവാചകൻ പറയുന്നു: നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്, ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാരുടെ നിയമത്തെ അശുദ്ധമാക്കേണ്ടതിന് നാം അന്യോന്യം ദ്രോഹം ചെയ്യുന്നത് എന്തിന്? സ്തോത്രം. സത്യവചനത്തെ ദുർബലമാക്കുവാൻ ശ്രമിക്കുന്നവൻ ദ്രോഹം ചെയ്യുകയാണ്. ഒരിക്കലും അത് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ ചെയ്യുന്നു എങ്കിൽ അത് ശിക്ഷാർഹമാണ് എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യഭാഗത്തിൽ സകലവും അവൻ മുഖാന്തരം ഉളവായി,
ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മലാക്കി സംസാരിച്ച നമുക്കെല്ലാവർക്കും ഉള്ളതായ ആ ഏക പിതാവ്, അവനാണ് നമ്മുടെ ദൈവം. അവൻ തന്നെയാണ് സകലവും സൃഷ്ടിച്ചത്. അത് യോഹന്നാന്റെ ഭാഷയിൽ നമ്മൾ കാണുമ്പോൾ അത് യേശു ക്രിസ്തുവാണ് സകലവും സൃഷ്ടിച്ചത്, ഉളവാക്കിയത് എന്ന് കാണുന്നു. അതുകൊണ്ട് രണ്ട് സൃഷ്ടിതാക്കൾ ഇല്ല എന്ന് ആരംഭം മുതൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഒരേ ഒരു സൃഷ്ടാവ് മാത്രമാണ്. ആ സൃഷ്ടാവ് പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന സർവശക്തനായ ദൈവമാണ്. ആ സർവശക്തനായ ദൈവമാണ് ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിൽ വന്ന കർത്താവായ യേശു ക്രിസ്തു. അവനാണ് സകലവും സൃഷ്ടി ചെയ്തവൻ. കൊലോസ്യ ലേഖനം 1:16 വളരെ വ്യക്തമായി കാണുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, സ്വർഗത്തിലുള്ളത്, ഭൂമിയിലുള്ളത്, നമുക്ക് കാണുവാൻ കഴിയുന്നത്, കാണുവാൻ കഴിയാത്തത്, സിംഹാസനങ്ങളും കർത്തൃത്വങ്ങളും അധികാരങ്ങളും വാഴ്ചകളും സകലവും സൃഷ്ടി ചെയ്തവൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവനല്ലാതെ ഒരു ദൈവം ഇല്ല. അവനാണ് ഏക സത്യദൈവം. അവൻ പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരുന്നു എങ്കിൽ പുതിയ നിയമത്തിൽ അവൻ ജഡത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ അവനെ യേശു ക്രിസ്തു എന്നവൻ്റെ പേര് വിളിക്കുവാനിടയായി തീർന്നു. അതിന് കാരണം ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാനായിട്ട് ലോകത്തിൽ വന്നു എന്നത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെയെന്ന് വിശുദ്ധ പൗലോസ് പറയുകയാണ്. പാപികളെ, പാപത്തിൽ വീണുപോയ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കേണ്ടതിന് വേണ്ടിയാണ് സ്വർഗത്തിലെ തൻ്റെ സകല മഹിമകളിൽ നിന്നും അല്പമായിട്ട് അല്പകാലത്തേക്കൊരു മാറ്റം വരുത്തി താൻ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. സങ്കീർത്തനം 136 വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവൻ്റെ ദയ എന്നേക്കുമുള്ളത് എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കും. ദൈവം ഏകനാണ്. ഏകനായിട്ടാണ് അവൻ ഈ അത്ഭുത പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അവൻ്റെ സഹായികളായിട്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല. സ്തോത്രം. അവൻ ഏകനാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ചിന്തയിലും മുൻ നിർണയത്തിലുമുള്ള ദൈവിക വെളിപ്പാടാണ് അവൻ ഭൂതലത്തിൽ പ്രകടമാക്കിയത് എന്ന് വളരെ വ്യക്തമായിട്ടും ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന ദൈവിക സത്ത സദാസമയവും പ്രവർത്തന നിരതമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. അവൻ സാക്ഷാൽ സത്യദൈവമാണ്. റോമാലേഖനം 9 4-5 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവർ ഇസ്രായേല്യർ. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുന്നതാണ്. അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള ചില അനുഗ്രഹങ്ങളെ സംബന്ധിച്ചാണ് പിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉദ്ഭവിച്ചത്. അവൻ സർവത്തിന്മീതെ ദൈവമായി എന്നേക്കും
വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. പ്രിയമുള്ള ദൈവമക്കളെ, ശ്രോതാക്കളെ, ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, യഹൂദന്മാരെ കുറിച്ചും പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവർ ഇസ്രായേല്യർ, യഹൂദന്മാരെ സംബന്ധിച്ച് പറയുകയാണ്. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവയാണ്. ഇതെല്ലാം ദൈവം അവർക്ക് കൊടുത്തിട്ടുള്ള അധികാരങ്ങളാണ്. പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെയാണ്. ജഡപ്രകാരം മാനുഷികമായി ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉദ്ഭവിച്ചത്. എന്നാൽ അവൻ ജഡപ്രകാരം മനുഷ്യനായി ലോകത്തിലേക്ക് വെളിപ്പെടേണ്ടത് ആവശ്യമായിരുന്നു. അത് അവൻ്റെ മുൻ നിർണയമായിരുന്നു. തൻ്റെ സൃഷ്ടികളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ളതായ ഒരു കടന്നുവരവായിരുന്നു അവനുണ്ടായിരുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. ജഡപ്രകാരം ക്രിസ്തുവും യഹൂദനിൽ നിന്ന് ജനിച്ചതാണ്, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വന്നവനാണ്. എന്നാൽ അവനെ സംബന്ധിച്ച് അവിടെ പറഞ്ഞിരിക്കുന്ന, അവൻ സർവത്തിന്മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. സർവത്തിന്മീതെ ദൈവമായി എന്ന് പറഞ്ഞാൽ അവന് മീതെ പിന്നെ ഒരുത്തനുമില്ല. സർവത്തിന്മീതെ യേശു ക്രിസ്തുവാണുള്ളത്. അവൻ ദൈവമാണ് എന്നേക്കും എന്ന് പറഞ്ഞാൽ അവനെ, സ്തോത്രം, ഏതൊരു കാലത്തും, മനുഷ്യനുള്ള കാലത്തോളം, മനുഷ്യർ മാത്രമല്ല ദൂതന്മാരും, സ്തോത്രം, അവനെ വാഴ്ത്തി പുകഴ്ത്തേണ്ടത് ആവശ്യമാണ്. അവനല്ലാതെ വേറൊരു ദൈവമില്ല. അവനാണ് സകലത്തിന്മേലും അധികാരമുള്ളവനായ ഏക സത്യദൈവം. സകലവും സൃഷ്ടിച്ചത് വചനമാണ് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. യഹോവയായ ദൈവമാണ് എന്നും യേശു ക്രിസ്തുവാണ് എന്നും സകലതും സൃഷ്ടിച്ചത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവം പലതല്ല, ദൈവം ഏകനാണ് എന്നും സകലവും സൃഷ്ടിച്ചത് ഏകസത്യ ദൈവമാണ് എന്നും പഴയ നിയമത്തിൽ യേശുവിനെ, സ്തോത്രം, പഴയ നിയമത്തിൽ യഹോവ എന്ന് സൃഷ്ടാവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. പുതിയ നിയമത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിനെ സൃഷ്ടാവായി കാണും. രണ്ട് സൃഷ്ടിതാക്കളില്ല, അനേകനായി സകലവും സൃഷ്ടിച്ചു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ സകലവും സൃഷ്ടിച്ച യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ സകലത്തെയും ഉളവാക്കിയ യേശു ക്രിസ്തുവായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ ഒരേ ഒരു ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമാക്കുന്നു. ഈ സത്യം വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അതിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുവാൻ സകല പ്രിയപ്പെട്ടവരും ഈ അന്ത്യനാളുകളിൽ ഒരുങ്ങിക്കൊള്ളുക. അവൻ സകലത്തെയും ഉളവാക്കിയ സർവശക്തനായ ദൈവമായ യഹോവയാണ്. അവൻ കാലസമ്പൂർണതയിൽ സ്ത്രീയുടെ സന്തതിയായി ലോകത്തിൽ വെളിപ്പെട്ടു വന്ന് തൻ്റെ സൃഷ്ടികളെ വീണ്ടെടുക്കുവാനായിട്ട് അവൻ ചെയ്ത ദൗത്യമാണ് ജഡത്തിൽ വെളിപ്പെട്ടു വന്നത്. അവൻ മനുഷ്യനായി ലോകത്തിലേക്ക് വന്നു എങ്കിലും അവൻ മനുഷ്യനല്ല, അവൻ സർവത്തിന്മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകും. അവനെ സ്തുതിക്കുക, അവനെ വാഴ്ത്തി പുകഴ്ത്തുക, അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുക. സകലരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം തിരുവചനം സംസാരിക്കുവാൻ എളിയവൻ ഈ അവസരത്തെ നൽകിയ JCNDST എന്ന ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും സംഘാടകർക്കും വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് അല്പസമയം വചനം സംസാരിക്കുവാനിടെ ഇവനെ ശക്തീകരിച്ച സർവശക്തനായ എൻ്റെ കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് വാക്കുകളെ നിർത്തുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടച്ചൊരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അല്പസമയം അപ്പൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ നീ എളിയവന് കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കേൾവിക്കാരായിരിക്കുന്ന സകലർക്കും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കുമാറാകണം. നീ ഏകനായി സകലത്തെയും പ്രവർത്തിച്ചു എന്നും നീ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചു എന്നും സകലതും സൃഷ്ടി ചെയ്തു എന്നും തിരുവചനത്തിലൂടെ അടിയങ്ങൾക്ക് പഠിക്കുവാൻ കഴിഞ്ഞു. സത്യത്തിൽ ഉറച്ചു നിൽക്കുവാനും നിത്യതയിൽ പങ്കാളിത്തം വഹിക്കുവാനും സകല പ്രിയപ്പെട്ടവരെയും ഒരുക്കിയാണ്. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. ഇതിൻ്റെ ആത്മന്മാരെയും പ്രവർത്തകരെയും എല്ലാവരെയും അനുഗ്രഹിക്കണം. ഇളയവനെയും ബലപ്പെടുത്തിക്കൊണ്ട് സ്തോത്രം. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചേട്ടെ. സകല മഹത്വോപരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.